ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറകാശ കരകശാരകന കരകാശരികനേരികനെ ഉറകവാനക ജീവാചകന വർഗാദിപേതി വശരികന കരകാശരികലഹന കരകാശ ഹാരവശരീകമശാരവശവർഹന ഹാരവശ. നമുക്കിഷ്ടം പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മലയാളികൾക്കാണ് പ്രസംഗത്തിന് യാതൊരു കുറവുമില്ല. എത്ര പ്രസംഗം വേണമെങ്കിലും കേൾക്കാം നമുക്കല്ല. ഒരു ദിവസം ഹല്ലേലൂയ യൂട്യൂബ് തുറന്നാലും സൂമ് തുറന്നാലും എവിടെ നിന്നാണെങ്കിലും പ്രസംഗങ്ങളുടെ അതിപ്രസരമാണ്. ഹല്ലേലൂയ എത്ര പ്രസംഗം വേണമെങ്കിലും കേൾക്കാം. പക്ഷേങ്കില് നമ്മൾ ഈ പ്രസംഗങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? എത്ര പേര് ദൈവശബ്ദം ദിനംതോറും ദൈവശബ്ദം കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രസംഗങ്ങൾക്ക് ഒരു കുറവുമില്ല, പക്ഷേ ദൈവശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ? ആമേൻ. നമ്മൾ ദൈവശബ്ദം കേട്ടിട്ട് എത്ര നാളുകളായി? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചിട്ട് എത്ര നാളുകളായി ദൈവശബ്ദം കേൾക്കാറുണ്ടോ? അപ്പൊ ഇത് നമ്മൾ ഹല്ലേലൂയ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചേലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറഞ്ഞ ഇവിടെ അത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്, പ്രാണിനെ ആത്മാവിനെയും സന്ധി പച്ചുക്കളെയും വേർപിടിക്കലെ തുളച്ചു ചെല്ലുന്നതാണ്, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാപങ്ങളെയും വിവേചിക്കുന്നതാണ്. ഹാലയിലാക്കി ഒരു വചനത്തിന് എത്രത്തോളം പവറാണ്, എന്തോരം കാര്യങ്ങൾ നമ്മളൊരു വചനം വായിക്കുമ്പോൾ, വചനം മെഡിറ്റേറ്റ് ചെയ്യും, വചനം കേൾക്കുമ്പോൾ ഹാല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഹാലയില്ല. അപ്പൊ ദൈവശബ്ദം ആണ് വചനം, പ്രസംഗം അല്ല. ഞാൻ പറഞ്ഞത് വചനം ദൈവത്തിന്റെ ശബ്ദം. അപ്പൊ ദൈവശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മളോട് വചനം ദൈവത്തിന്റെ ശബ്ദമായി സംസാരിക്കണം. പക്ഷെ ദൈവം നേരിട്ട് നമ്മളോട് സംസാരിക്കണം. അപ്പൊ ദൈവശബ്ദം നമ്മൾ കേൾക്കണം. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ് വചനം. ഈ വചനം ഇതേക്കുറിച്ച് പറഞ്ഞ അത് ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണെന്ന് പറഞ്ഞേക്കുന്നത്. കാരണം ഇത് ഇത്രത്തോളം ഷാർപ്പർ ആയിട്ടുള്ള മറ്റൊന്നില്ല ഈ ലോകത്തിൽ. ഹല്ലേലൂയ. ഒരു ആയുധവും ഇല്ല അതിനെക്കാട്ടി മൂർച്ചയേറിയതാണ്. ഹല്ലേലൂയ. അത് എന്തൊക്കെ ചെയ്യും? ദൈവത്തിന്റെ വചനം അതുള്ള ജീവനുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം ഇത് അക്ഷരമല്ല, ഇത് ജീവനുള്ളതാണ്. ഇതിന് ചൈതന്യമുണ്ട്. ജീവനുള്ള നമ്മൾ ചൈതന്യമുണ്ടെന്നൊക്കെ പറയല്ലേ, മുഖത്തേക്ക് നോക്കാൻ നല്ല ചൈതന്യാന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് ചൈതന്യമുണ്ട്. ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഇതെന്ത് ചെയ്യും? പ്രാണനെയും ആത്മാവിനെയും സന്ധി പച്ചകളെയും വേർപെടുവിക്കലെ തുളച്ചു ചെല്ലുന്നു. ഇതിനെ മൂന്നിനെയും തമ്മിൽ വേർപെടുവിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്ന, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ ഭാവങ്ങളാ വരുന്നത്, ഇതിനെ വിവേചിക്കും. ഇതിനെ വിവേചിച്ചിട്ടാണ് ഈ വചനം ചില തുളച്ചു കയറിച്ചതിനെ വേർപെടുവിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ട് എങ്ങനെയാണ് വേർപെടുവിക്കുന്നത് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അപ്പം ആ പ്രാണൻ, ആത്മാവ്, ഹല്ലേലൂയ, ശരീരം, ദേഹം, ഇതല്ലേ ദേഹി, ദേഹം, ആത്മാവ് എന്ന് പറയും. ഇത് മൂന്നിന്റെ ഇടയിലേക്ക് കയറി പ്രവർത്തിക്കുന്ന നമ്മുടെ ഭാഗം ഈ വചനം എന്ന്. അപ്പൊ വചനം ഉണ്ടെങ്കിലാണ് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ, ഹല്ലേലൂയ, നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അപ്പൊ നമ്മുടെ ജഡം, ആത്മാവേ, നമ്മുടെ ജഡവും നമ്മുടെ മനസ്സും കൂടെ നമ്മൾ പലപ്പോഴും അല്ല എപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യിക്കുന്നത്. പക്ഷെ ഇവ രണ്ടുകൂടെ കൂടുമ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വചനം ഇതിന്റെ ഇടയിൽ കയറി എന്നിട്ട് ഇത് ദൈവഹിതപ്രകാരമുള്ളതാണോ, ഞാനിത് സംസാരിക്കാമോ, ഞാനിത് പറയാമോ, എനിക്കിത് കാണാമോ, എനിക്കിത് ചെയ്യാമോ? ഹല്ലേലൂയ. ഇതാണ് വചനം ചെയ്ത്. അപ്പൊ വചനം ഇതിന്റെ ഇടയിലേക്ക് കയറിയിട്ട് ഇത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്ന വെച്ചാൽ ആത്മാവിനെയും ഹല്ലേലൂയ പ്രാണനും ശരീരം നിൽക്കുമ്പോൾ പ്രാണനും ശരീരം കൂടെ ഒരുമിച്ച്, അല്ലെ ദേഹിയും ദേഹം കൊണ്ട് ഒരുമിച്ച് ചേരുമ്പോഴാണ് ദൈവഹിതമല്ലാത്ത പല ജഡികമായ കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ കയറി ഇതിനെ വിടുവിക്കും, ഇതിനെ വേർപിടിവെക്കും. ഹല്ലേലൂയ. അതിന് തുളച്ചു കയറി ചെല്ലും. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചുകൊണ്ടാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. ഹല്ലേലൂയ. അടുത്ത് നമ്മൾ ദൈവത്തിനെ നമ്മൾ അനുവദിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട്?
ദൈവത്തിന് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട്. പക്ഷെ പരിശുദ്ധാത്മ എപ്പോഴും ഞാൻ പറയും, അവൻ ദൈവത്തിന്റെ ആത്മാവ് ഭയങ്കര ജെന്റിൽമാനാണ്. പിശാചാണെങ്കിൽ ഒരനുവാദം വേണ്ട, ഒരു പെർമിഷനും വേണ്ട, അവൻ ഇടിച്ചു കയറി വന്ന ചില കാര്യം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയല്ല. നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം, നമ്മൾ അനുവദിച്ചു കൊടുക്കണം. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതാ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അവരോടൊപ്പം അകത്ത് വരും. ഹല്ലേലൂയ. അവരുടെ പത്തഴകൊക്കെ ചെയ്യും, കാലെ കൂടെ ആമി. എന്തിനാ? കർത്താവ് യേശുക്രിസ്തു പുറത്തുനിന്ന് മുട്ടത്തേ ഉള്ളൂ, നമ്മൾ തുറന്നു കൊടുത്ത് മാത്രമേ അകത്ത് കത്തുള്ളൂ. പക്ഷെ പിശാച് അങ്ങനെയല്ല, തുറക്കുകയും വേണ്ട, ഒന്നും വേണ്ടിച്ച് ഗ്യാപ്പ് കിട്ടാൻ ഇടിച്ചു കയറാൻ അകത്ത് വന്നോളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തെ അനുവദിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു കൊടുക്കണം. എത്ര പേര് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്? പരിശുദ്ധാത്മ ഇന്ന് പലരിലും പലരും നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി എടുത്താലും പല സഭകളിലാണെങ്കിലും പരിശുദ്ധാത്മ ഇന്ന് സൈലന്റ് ആണ്. പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മ ദുഃഖിക്കുന്നു, പരിശുദ്ധാത്മ വേദനിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല പ്രവർത്തിക്കാനായിട്ട്. ദൈവത്തിന്റെ ആത്മാവ് മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുവദിച്ചു കൊടുക്കാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ അസാധ്യങ്ങളെ പ്രവർത്തിക്കാൻ കഴിയും ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ഇന്ന് പലയിടത്തും ആമീൻ അനങ്ങാതെ ഇരിക്കുകയാണ്, സൈലന്റായി ഇരിക്കുകയാണ്. കാരണം മനുഷ്യൻ സമ്മതിക്കുന്നില്ല. കാരണം ഇന്ന് മനുഷ്യന് കൂടുതലും താല്പര്യം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കാട്ടിൽ ദൈവത്തിനെ അനുവദിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നതാണ്, കോംപ്രമൈസിലൂടെ പോകുന്നതാണ്. മനുഷ്യന്റെ മുഖം നോക്കുന്നതും മുഖത്തിനെ അവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഇന്ന് പലരും ആഗ്രഹിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിനെ കാട്ടി ഹോളി സ്പിരിറ്റിനെ കാട്ടി ഒരുപാട് ഇമ്പോർട്ടൻസ് ഇന്ന് മനുഷ്യന് കൊടുക്കുന്നുണ്ട്. സഭയിലെ പാസ്റ്റേഴ്സിന്റെ ഇഷ്ടത്തിനല്ല നമ്മൾ ചെയ്യേണ്ടത്. സഭയിലെ മൂപ്പന്മാരുടെ ഇഷ്ടത്തിനല്ല, ബിഷപ്പുമാരുടെ ഇഷ്ടത്തിനല്ല. ദൈവത്തിന്റെ ആത്മാവ് എന്തു പറയുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു സഭയിൽ തന്നെ ആണെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത പരിശുദ്ധാത്മാവ് അവിടെ ചിലതൊക്കെ ചെയ്യും. പക്ഷെ പരിശുദ്ധാത്മാവ് വിട്ട മൈക്ക് കൊടുക്കത്തില്ല, പരിശുദ്ധാത്മ പ്ലാറ്റ്ഫോം കൊടുക്കത്തില്ല. കാരണം ഇന്ന് ജനം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മ വിട്ടുകൊടുത്ത ഞാൻ പറയാം, നമ്മള് പ്ലാൻ ചെയ്ത് നടക്കുന്ന ശുശ്രൂഷ നടക്കത്തില്ല കേട്ടോ. അവിടെ റിവൈവൽ തുടങ്ങിയിട്ട് ബാംഗ്ലൂർ മാത്രമല്ല ട്രിവാൻഡ്രത്തും തുടങ്ങിയിട്ട് ട്രിവാൻഡ്രത്തിന്റെ സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇതേ റിവൈവൽ തന്നെ നടക്കുന്നുണ്ടെന്ന് ഇന്നലെ രാത്രി വിജയപ്പാസിനോട് പറയണ്ടായി. അപ്പം അവിടെ ഞാൻ പറയുന്ന അവിടെയൊക്കെ തുടങ്ങിയ നിർത്താൻ പറ്റത്തില്ലാത്ത രീതി കൊണ്ടുപോകുന്നു. പരിശുദ്ധാത്മ ഇങ്ങനെയാണ്. മനുഷ്യനാണെങ്കിൽ ആദ്യമേ പാട്ട് പാടണം, പ്രാർത്ഥിക്കണം, പിന്നെന്താ പറയാ വചനം സാക്ഷ്യം പറയണം, പിന്നെ എന്താ പറയാ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം, പിന്നെ ചില വചനം പറയണം, പിന്നെ പ്രാർത്ഥിക്കണം, അവസാനിക്കണം. ഇതാണ് നമ്മുടെ മനുഷ്യന്റെ ഷെഡ്യൂളാണ്. ദൈവത്തിന്റെ ഷെഡ്യൂൾ ഇതല്ല. ദൈവത്തിന്റെ ആത്മാവ് ചിലപ്പം മണിക്കൂറിൽ നിന്ന് കരയാൻ പറയും. ഹല്ലേലൂയ. ചില സമയം മണിക്കൂർ നമ്മൾ പാട്ട് വർഷിപ്പ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പൊ നമ്മളുടെ ഒരു ചട്ടക്കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് നമ്മള് പ്രവർത്തിച്ചപ്പോ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ഇന്ന് പറയുന്നു. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്ന് ആരോടും സഭകൾ ആരും കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ സത്യം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കണം, മനസ്സിനെ വിട്ടുകൊടുക്കണം. നമ്മുടെ ശരീരം മൊത്തം നമ്മൾ വിട്ടുകൊടുത്താൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കാൻ കഴിയും. നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാറുണ്ടോ? ഹല്ലേലൂയ. നമ്മളോട് തന്നെ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനറിയാം മരിച്ചവരെ ഉറപ്പിക്കാനറിയാം, അത്ഭുതങ്ങൾ ചെയ്യാനറിയാം, വീര്യപ്രവർത്തി ചെയ്യാനറിയാം. കുട്ടന്മാരെ ബദരന്മാരെ ഒക്കെ വിടുവിക്കാൻ ദൈവത്തിന്. പക്ഷെ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മള് പലപ്പോഴും ഞാൻ പഴയ പാസ്റ്റർമാരൊക്കെ പറഞ്ഞപ്പോഴും കേൾക്കാറുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂതങ്ങളൊക്കെ വിട്ടുമാറുക എന്നുള്ളത്, ദുരാത്മാക്കൾ വിട്ടുമാറുക എന്നുള്ളത് സഭയിലൊക്കെ നിത്യമായി നടക്കുന്ന സംഭവങ്ങൾ. ഇപ്പൊ പ്രാർത്ഥന, പെന്തക്കോസ്ത് ആരാധന കൂടി വന്നാൽ അവിടെയൊക്കെ വിടുതൽ നടക്കുന്ന കാണാറുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് എത്ര നാളുകളായി നമ്മളൊക്കെ പോകുന്ന സഭകളിൽ ഒരു ദുരാത്മ വിട്ടുമാറിയിട്ട് കാണാറുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ചാ ഇന്ന് ദുരാത്മാവ്
ഞാൻ കൂടെ പോക്കറ്റ് ഇട്ടുണ്ടാ ഇരിക്കുന്നത് പറയാൻ പറ്റും അവിടെ ആൾക്കാരൊക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ സഭയ്ക്കുള്ളിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, സാറാമിസ്റ്റർ പറഞ്ഞിട്ട് സഭയ്ക്കുള്ളിൽ ജനം മനുഷ്യർ നമ്മള് ആൾക്കാർ കസരയിട്ട് ഇരിക്കുന്ന ഇടയിൽ കയറി ദുരാത്മാവ് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഹലയില് കാരണം വെച്ച് കഴിഞ്ഞാല്, പക്ഷെ അതും അവിടെ ഇരിക്കുമ്പോഴേ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സാറാമിസ്റ്റർ പറഞ്ഞു, ഞാൻ സാംപാസ്റ്റർ ഒരു മെസ്സേജ് കേട്ടോണ്ട് നിൽക്കുമ്പോൾ സാംപാസ്റ്റർ കൊണ്ട ഒരു അനുഭവം പറയാം. സാംപാസ്റ്റർ പറഞ്ഞു, വലിയൊരു മെഗാ ചർച്ചിലാണ് പുള്ളി പോയത്, വലിയൊരു സഭയാണ്, പക്ഷെ സഭ ഏതാണെന്ന് പാസ്റ്റർ ഞാൻ പറയത്തില്ല. അവിടെ പ്രാർത്ഥന നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീയിൽ നിന്ന് പിശാച് ഇളകി. ഹാലിൽ ദുരാത്മാവ് ഇളകിയ സമയത്ത് ആ സ്ത്രീ എന്നിട്ട് ഇപ്പോഴത്തെ പാസ്റ്റർമാർക്ക് സ്വഭാവമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് വന്ന്, എങ്ങനെ വന്ന്, എപ്പോ വന്ന്, എങ്ങനെ കയറി, ഗൂഗിൾ മാപ്പ് ഇവിടെ ചോദിച്ച് മനസ്സിലാക്കും. കാരണം പിശാചിനല്ല പേശകത്തെ പിശാച് മിണ്ടി പോകുന്നത്, അനങ്ങരുത്, ശബ്ദിക്കരുത് എന്ന് പറഞ്ഞ് പുറത്താക്കി. ഇന്ന് പിന്നെ നിർത്തി അവരെ കൊണ്ട് കഥയൊക്കെ പറയിക്കും. അതുപോലെ ഒരു സ്ത്രീയിൽ പിശാച് ഇളകിയ സമയത്ത് ഇപ്പൊ അവിടെ പാസ്റ്റർ ചോദിച്ചു, അവിടുത്തെ പാസ്റ്റർ ചോദിച്ചു, ഹല്ലേലൂയ, നീ എവിടെ നിന്ന് വന്ന്, എന്തിനു വന്നതൊക്കെ ചോദിച്ചു. നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും ചോദിക്കണ്ട, ഞാൻ പുറത്തു വന്നു, ഞാൻ ഈ സഭയിലെ മെമ്പറാന്ന് പറഞ്ഞു. സഭയിലെ മെമ്പറോ? അതെങ്ങനെ മെമ്പറാകും? ഞാൻ ഈ സഭയിലെ ഓതറൈസ്ഡ് മെമ്പറാണ്. കാരണം ഇവളെ രക്ഷിക്കപ്പെട്ടപ്പോ ഞാൻ ഇവളിലുണ്ടായിരുന്നു, ഇവളെ സ്നാനപ്പെട്ടോ ഞാൻ ഇവളിലുണ്ടായിരുന്നു, ഇവൾക്ക് ആദ്യമായി കർത്തൃമേശ എടുത്ത ഞാൻ ഇവളിലുണ്ടായിരുന്നു, ഇവളിപ്പോ വരുന്ന എല്ലാ സഭാ ആരാധനയും ഇവൾ ഓരോ പ്രാവശ്യം കർത്തൃമേശ എടുക്കുക എല്ലാം ഞാൻ ഇവളിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സഭയിലെ മെമ്പറെ, എന്നെ പുറത്താക്കാൻ പറ്റത്തില്ല, ഞാൻ പുറത്തു പോകത്തില്ല. എത്ര ദയനീയമായ അവസ്ഥയാന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പണ്ടത്തെ കാലത്ത് ഒരു ദുരാത്മാവ് ബാധിച്ച ഒരാളൊരു പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ദുരാത്മാവ് അഴിയും, അത് പുറത്തും ജനങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, അവർ പുറത്താകും. പക്ഷെ ഇന്ന് ഹല്ലേലൂയ ആൾക്കാരെ പിടിച്ച് മുക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ധൃതിയാ. പക്ഷെ അവളിരിക്കുന്ന ഒരു ദുരാത്മാവിനെ ഒഴിപ്പിച്ചിട്ട് വേണം അത് മുക്കാനായിട്ട്. പണ്ട് എന്നോട് ഒരിക്കൽ ബിജപ്പാസ്റ്റ് പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ട്. അല്ലെ പാസ്റ്റർ എന്നോട് പറഞ്ഞത്, ഒരു ദുരാത്മാവിനെ വെച്ചുകൊണ്ട് ഒരാളെ സ്നാനപ്പെടുത്തി കഴിഞ്ഞാല് അതിനെ ഒഴിപ്പിച്ചിടാൻ കുറച്ചുകൂടെ പ്രയാസമാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തുമ്പോൾ അവരെന്തെങ്കിലും ദുരാത്മ ശക്തികളുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രാർത്ഥിച്ച് അതിനെ പറഞ്ഞു വിട്ടതിന് ശേഷം മാത്രമേ ആ വ്യക്തിയെ സ്നാനപ്പെടുത്താൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പഴയതിന്റെ അത്രയും ഈസി അല്ല ഇതിനെ പുറത്തു കളയുന്നത്. അത് തന്നെയാണ് ഈ സഭയിൽ സംഭവിച്ചത്. നമ്മൾ കേട്ട ആ ദുരാത്മ അവകാശം ഞാൻ ഈ സഭയിലെ മെമ്പറാണ്, കാരണം എന്നെയും കൊണ്ടാ ഇവള് മുങ്ങിയത്, ഞാനും കൂടെ ഉൾപ്പെടെ എന്നെ കൊണ്ട് ഉൾപ്പെടെ നിങ്ങൾ സ്നാനപ്പെടുത്തിയത്. എത്ര പരിജ്ഞാനമില്ലാത്ത ദൈവദാസന്മാർ അത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞങ്ങളുടെ ഇവിടെ നമ്മള് ഷാർജ വർഷിപ്പ് സെന്റർ വെച്ച് ഞങ്ങള് ഒരു പാസ്റ്റർ ഞാൻ 2 സ്നാനേ കണ്ടിട്ടുള്ളൂ. ആ 2 സ്നാനത്തിലും സ്നാനക്കുളത്ത് ഇറങ്ങും പിശാച് വെളിപ്പെട്ടു. അതിനെ പ്രാർത്ഥിച്ച് അതിന് പുറത്താക്കിയതിന് ശേഷം സ്നാനപ്പെടുത്തുക. കാരണം അത് ഇച്ചിരി പ്രയാസമാണ്. ഹല്ലേലൂയ. കാരണം അത്ര വലിയ ശക്തികളാണ്. ഒരു പാസ്റ്റർ ഇട്ടിട്ട് പോയ കാര്യം കേസാണ് പിന്നീട് ഞാൻ അറിഞ്ഞു. സ്നാനപ്പെടുത്താൻ ഒരു ആളെ, ഒരു സ്ത്രീയായിരുന്നു അത്. അപ്പൊ ഇത് എന്തുകൊണ്ട് എല്ലാ പാസ്റ്റർമാർക്ക് പരിജ്ഞാനം വരുന്നില്ല എന്ന് മനസ്സിലാവുന്നത്? കാരണം അവർ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നില്ല. മാനുഷികമായി ജഡികമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ആത്മാവിനെ അനുവദിക്കുന്നില്ല, ആത്മാവിനെ കേൾക്കുന്നില്ല, ആത്മാവിനെ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഡെഫിനറ്റ് ആയിട്ട് പരിശുദ്ധാത്മ വെളിപ്പെടുത്തും ഒരാൾ ദുരാത്മാവ് ഉണ്ടെങ്കിൽ സ്നാനപ്പെടുത്തുള്ളൂ. കാരണം ഈ സ്നാനം എന്താണെന്നും അത് കൃത്യമായി അറിയുന്ന ആള് അതിന്റെ മനുഷ്യർക്ക് മനസ്സിലാകുന്നതിനെക്കാട്ടി കൂടുതൽ അതിന്റെ അതിന്റെ ഡെപ്ത് മനസ്സിലാകുന്ന പരിശുദ്ധാത്മ നമ്മളോട് പറയും. ഒരു ശുശ്രൂഷനാണെങ്കിൽ അവരോട് പറഞ്ഞിരിക്കും. ഹല്ലേലൂയ. പക്ഷെ അതിനൊന്നും ചെവി കൊടുക്കാൻ മനുഷ്യർക്ക് സമയമില്ലാത്ത ദൈവശബ്ദത്തിന് കൊടുക്കുന്നതിൽ ചെവി കൊടുക്കാത്തത് പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കുന്നില്ല പലപ്പോഴും. നമ്മൾ സ്വന്തമായി എന്തൊക്കെയോ ചെയ്തു കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. റോമാലേഖനം 8:29 വാക്യം വായിക്കാവോ? 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മതി. 8:29. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലേത് ഈ ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച മറ്റൊരു മെസ്സേജിൽ പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഹല്ലേലൂയ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരൻ ആദ്യജാതനാകേണ്ട അവന്റെ സ്വരൂപത്തോട് അനുരൂപമാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ.
അപ്പൊ തന്റെ പുത്രനോട് അവന്റെ എന്താ പറയാ ആദ്യജാതന്റെ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപം. അപ്പൊ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട്, അല്ലെ നമ്മളെ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ഹല്ലേലൂയ. ആ സൃഷ്ടിച്ച ദൈവപുത്രനായ കർത്താവ് യേശു ക്രിസ്തു, ഹല്ലേലൂയ, ഇപ്പം മഹത്വത്തിലാണ് കർത്താവ് യേശു ക്രിസ്തു. ആ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപനായി മാറാൻ വേണ്ട നമ്മളെ എല്ലാരും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ആരെങ്കിലും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ സ്നാനപ്പെട്ട ആരെങ്കിലും ഉണ്ടോ അവിടെ? അതാണ് നമ്മുടെ ഉദ്ദേശം. ചില ആൾക്കാർ പറയുന്നത് സ്നാനപ്പെട്ടാലേ സ്വർഗത്തിൽ പോത്തും. സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സ്നാനപ്പെട്ടേക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് സ്നേഹം ഉണ്ടായിട്ടോ ഒന്നുമല്ല നമ്മൾ സ്നാനപ്പെട്ടെ. നരകത്തിൽ പോകാനുള്ള പേടി കൊണ്ട് സ്നാനപ്പെട്ടേക്കുന്നത്. നരകത്തിൽ എന്താ അവിടെ കത്തുന്ന തീയും അതും ഇതൊക്കെ ചാകാത്ത പുഴുവൊക്കെയാന്ന് പറഞ്ഞേക്കുന്നത്. അവിടെ പോയി കണ്ടത് കഷ്ടപ്പെട്ട് വരും. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് രക്ഷിക്കപ്പെട്ടേക്കാം, സ്നാനപ്പെട്ടേക്കാം, സഭയിലൊക്കെ പോയേക്കാം, ആരാധിച്ചേക്കാം എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ട. അതോ ദൈവം എന്ത് പർപ്പസിന് നമ്മളെ രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തി വിളിച്ച് വേർതിരിച്ച് ആ പർപ്പസിലേക്കാണ് നമ്മൾ സ്നാനപ്പെട്ടത്. സ്വർഗത്തിപ്പോ സ്നാനപ്പെട്ട് കുറെ പേരുണ്ട് കേട്ടോ. അവര് സ്നാനപ്പെട്ട അതുപോലെ ഇരിപ്പുണ്ടാകും. കാരണം കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ പൊങ്ങാന്നേ, ചുമ്മാതെ പൊങ്ങത്തില്ല. കാരണം ഇവിടെ പറഞ്ഞ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം നമ്മള്. ഇതങ്ങ് കാഹളം കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും കാഹള ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെട്ട് അങ്ങ് പൊങ്ങുന്ന അല്ല. നമ്മുടെ ഈ ലൈഫിൽ തന്നെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണം. എങ്ങനെ? ദൈനംദിനമായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുരൂപരാകണം. ആ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹല്ലേലൂയ സ്വർഗത്തിൽ പോകാൻ വേണ്ടി സ്നാനം മാത്രം ചെയ്തിട്ട് ഇരിക്കുന്ന ആൾക്കാർ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ പോത്തില്ലാന്ന് തന്നെയാണ് വെളിപ്പാട് പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞെടുക്ക് പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണം. അപ്പൊ ആദ്യ ജാതൻ ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ ആദാമിനെ നമുക്കറിയാം. ആദാം എന്താ പറയാ? ദൈവത്തിന്റെ തേജസ് ആദാം പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത്. ഹല്ലേലൂയ. ആദാം പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തേനെ ഒടുക്കലത്തെ ആദാം കർത്താവ് യേശു ക്രിസ്തു നമുക്ക് മടക്കി റോമാലേഖനം 6-ാം അധ്യായത്തിൽ കൃത്യമായി ഇത് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇത് നമുക്ക് മടക്കി തന്ന ഈ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നമ്മൾ അവന്റെ പ്രതിമയായി മാറണം. ക്രിസ്തുവിന്റെ തലയോളം വളരണം. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിക്കുകയും നമ്മളെ ദൈവം അതിനു വേണ്ടി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ അതിനായിട്ട് വിളിച്ചിരിക്കുന്നു, അതിനുവേണ്ടി ആക്കി വെച്ചിരിക്കുന്നു. 6-ാം അധ്യായത്തിൽ റോമാ 5-ാം അധ്യായത്തിലാണ് ഒരുത്തന്റെ ഏക മനുഷ്യനനുസരിച്ചാണ് അനേകർ പാപികളായി തീർന്നോലെ ഏകന്റെ അനുസരിച്ച് അനേകം നീതിമാന്മാരായി തീർന്നു. അപ്പൊ നമ്മളെ നീതിമാന്മാരാക്കിയത് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ സ്വന്തം ശരീരത്തെ യാഗമാക്കി മാറ്റി. ഹല്ലേലൂയ. നമ്മളെ ജീവൻ കൊടുത്ത് രക്ഷിച്ചത് എന്തിനാന്ന് വെച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല. അതല്ല അതിന്റെ ഉദ്ദേശം. ആ പുത്രനോട് അനുരൂപരാകാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് ഹല്ലേലൂയ നമ്മളെ ആക്കി. എഫെസ്യർ 5-ാം അധ്യായം 27-ാം വാക്യം ഒന്ന് വായിക്കോ. 5:27. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ല സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ജീവിതത്തില് കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധി നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ കർത്താവ് യേശു ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് ആ മണവാളനായ ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെ മുന്നിലേക്ക് നിർത്തിയത് കർത്താവാണ്. പക്ഷെങ്കിൽ കറ ചുളുക്കം ഹല്ലേലൂയ മുതലായി ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്. അപ്പൊ നമ്മളുടെ ഉത്തരവാദിത്വമാണ് കറ ചുളുക്കം. മറ്റൊരിടത്ത് പറയുന്നത് മണവാട്ടി തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ അവിടെ ആ കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് കറ ചുളുക്കം ഹല്ലേലൂയ മുതലേ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കമായിരിക്കണം. എന്നിട്ട് തേജസ്സോടെ മുന്നിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് കർത്താവ് ഏൽപ്പിച്ചു. അപ്പൊ നമ്മളെ തേജസ് പ്രാപിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ മണവാളൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. നമ്മളെ തേജസ്സിലേക്ക് നടത്താൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. മറ്റൊരിടത്ത് പറയാം നമ്മൾ തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിക്കണമെന്ന്. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ദൈവത്തിന്റെ ഇമേജ് ആണ്, ദൈവത്തിന്റെ രൂപത്തിൽ സാധ്യ സൃഷ്ടിക്കട്ടെ. അപ്പൊ സൃഷ്ടിക്കപ്പെട്ടപ്പോ നമ്മൾ
ഗ്ലോറിഫൈഡ് ആയിരുന്നു. ആ മഹത്വത്തിലാണ് നമ്മളെ സൃഷ്ടി, മഹത്വത്തിൽ നമ്മളായിരുന്നു. ആ മഹത്വം നമ്മൾ നഷ്ടപ്പെട്ടു പോയ മഹത്വത്തിൽ മടക്കി തരാൻ വേണ്ടിയിട്ട് കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി നമ്മളെ രക്ഷയിലേക്ക് നീതീകരിച്ചു കൊണ്ടുവന്ന്. അപ്പൊ ആ മഹത്വം പ്രവേശിക്കുക, മഹത്വത്തിൽ നമ്മൾ ആയിരിക്കുക എന്നും ആ മഹത്വത്തിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം. അവിടെയാണ് നമുക്ക് ദൈവശബ്ദം വേണ്ടുന്നത്. അവിടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് വേണ്ടത്. നമ്മൾ നടക്കേണ്ട 10-15 വർഷം മുമ്പ് നമ്മൾ രക്ഷയിലേക്ക് വന്നപ്പോൾ നമ്മൾ അന്നത്തെ സ്വഭാവം തന്നെ ഇന്നും ഇരിക്കുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും പരിശുദ്ധാത്മാവിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്താൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മൾ പരിശുദ്ധാത്മനെ അനുവദിക്കുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആ പർപ്പസിലേക്ക് ആ നടത്തിപ്പിലേക്ക് നമുക്ക് എത്താൻ കഴിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 17-24 വാക്യം ഒന്ന് വായിക്കാവോ? 17-24. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നയിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പിതാവേ, നീ ലോകസ്ഥാപനത്തിൽ എന്നെ സ്നേഹിച്ചിരിക്കണം, എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ള കാണേണ്ട ഞാൻ ഇരിക്കുന്നിടത്ത് അവർ എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവം ഇരിക്കുന്നിടത്ത് കർത്താവ് യേശുക്രിസ്തു നമ്മളും ഇരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ നീ എനിക്ക് നൽകിയ മഹത്വം. അപ്പൊ ദൈവത്തിന്റെ മേലുള്ള കർത്താവ് യേശുക്രിസ്തുവിന്റെ മേലുള്ള മഹത്വം ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാണ് ആ മഹത്വം. ഈ മഹത്വം ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോ ആദാമിനെ സൃഷ്ടിച്ച സമയത്ത് ആദാമിന്റെ മേൽ ഉണ്ടായിരുന്ന ഈ മഹത്വം ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് ആദാമിനെ. ഉൽപ്പത്തി പുസ്തകം 1:26-27 വാക്യം വായിച്ച സിസ്റ്റർ. 1:26-27. നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള സർവ്വജാതിമേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സ്തോത്രമതി. ഇവിടെ പറഞ്ഞ ആദ്യം പറയുന്നേ, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവത്തിന്റെ സാദൃശ്യപ്രകാരമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അപ്പൊ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിന്മേലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളുടെ മേലും സർവ്വഭൂമിയിലെയും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇവിടെ പറയുന്ന ഇന്നലെ ഞാൻ പറഞ്ഞ വചനത്തിൽ ഞാനൊന്ന് ടച്ച് ചെയ്ത് പോയിവിടെ. ദൈവം എന്താ പറഞ്ഞ, ഇവർ ഭൂമിയിലുള്ള ആകാശത്തിന്മേലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവ്വഭൂമിയിലെ ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ സകല മൃഗങ്ങളും പക്ഷികളും സകലത് ഭൂമിയിലുള്ളതും ആകാശത്തുള്ള വെള്ളത്തണ്ടിയുള്ള സകലതും സമുദ്രത്തിലുള്ള മത്സ്യങ്ങളും സകലതും സൃഷ്ടിച്ചെടുക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടും മനുഷ്യൻ അവന്റെ മീതെ വാഴുവാനായിട്ട് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ സകലത്തിന് മീതെ വാഴുവാനായിട്ട് ദൈവം സൃഷ്ടി. ഇന്ന് പലതും മനുഷ്യന്റെ മീതെ നിന്ന് വാഴുകയാണ്, അല്ലെ? ദൈവം നമുക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചതിനെ കൊണ്ട് നിർത്തിയിട്ട് അയ്യോ രക്ഷിക്കണേ, തൊട്ടു തൊഴുന്നു, അതിന്റെ അടിയിൽ കൂടെ പോകുന്നു, മേളിക്കൂടെ പോകുന്നു, അതിനെ കൊണ്ട് ചവിട്ടിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ എന്തെല്ലാം പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുന്നു മനുഷ്യർ. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യർക്ക് ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ച, ദൈവം മനുഷ്യൻ ആരാന്ന് പോലും മറഞ്ഞു പോകുന്നു. മനുഷ്യന്റെ നമ്മളുടെ രൂപം എന്താണ്, നമ്മൾ ആരുടെ സാദൃശ്യപ്രകാരം ഉള്ളതാണ് എന്ന് പോലും മറന്നു പോയിട്ടാണ് മനുഷ്യൻ പ്രവർത്തിച്ചത്. അപ്പൊ അടുത്ത പറയുന്ന മനുഷ്യൻ ദൈവത്തിന് അടുത്ത് പറയുന്ന എല്ലാത്തിനും എന്നിട്ട് ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടി. വീണ്ടും എടുത്തു പറയുന്നു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന് ആവശ്യം ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ആണും പെണ്ണുമായി അവരെ. പലരും പറയാറുണ്ട്, എന്റെ മോളെ എപ്പോഴും, അമ്മേ
ആ ആണുങ്ങളെ മാത്രം എന്താ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചെന്ന് എഴുതിയേക്കുന്ന ആദാമിനെ മാത്രം അവയെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലേ, നമ്മൾ ദൈവത്തിന്റെ ഇമേജ് അല്ലേ എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ദൈവം ആണല്ലേ പെണ്ണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇമേജ് സൃഷ്ടിക്കുന്നത്. പക്ഷെ ഇവിടെ ദൈവം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ഹാലയിൽ ആണും പെണ്ണുമായി സൃഷ്ടി. അപ്പൊ ആണെന്നോ പെണ്ണെന്നോ അല്ല, ദൈവത്തിന്റെ സ്വരൂപം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഹാലെ, നമ്മൾ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആമേ ഹാലെ ദൈവം ആണും പെണ്ണുമായിട്ട്. അപ്പൊ നമ്മളെല്ലാവരും പക്ഷെ പാപം ചെയ്ത്, മൂന്നാം അധ്യായത്തിൽ നമുക്ക് പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കി കളഞ്ഞു. ഹാലെ 5-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാവോ? 3. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിന്റെ 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു, അവന് ശേത്ത് എന്ന് പേരിട്ടു. ആമേൻ. അപ്പം ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യം എന്ന് വെച്ചാൽ ആദാമിന്റെ സാദൃശ്യത്തിൽ അല്ലെങ്കിൽ തന്റെ ആദാമിന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു, അവന് ശേത്ത് എന്ന് പേരിട്ടു. അപ്പൊ ശേത്തിൽ നിന്നാണ് നമ്മൾ എല്ലാവരും സർവ്വ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാവരും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ആദാമിൽ നിന്ന് വന്ന ആദ്യത്തെ ആബേലും കയ്യനും അല്ലെങ്കിൽ ഹാബേലിനെ കൊന്നു കളഞ്ഞ കയ്യനും അവിടുന്ന് ഓടിപ്പോയി, നമുക്കറിയാതെ പോയി. പക്ഷെ ശേത്തിന്റെ പാരമ്പര്യമാണ് പിന്നീട് ഇങ്ങോട്ട് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന പാരമ്പര്യത്തിലേക്ക്. അപ്പം ആദാമിനെ കുറിച്ച് ആദാമിന്റെ സ്വരൂപത്തിൽ, ആദാമിന്റെ എന്താ പറയാ അവിടെ സാദൃശ്യത്തിൽ. അപ്പൊ ആദാം ആരുടെ സ്വരൂപമാണ്, ആദാം ആരുടെ സാദൃശ്യമാണ് ദൈവത്തിന്. എങ്കിൽ പിന്നെ ആദാമിന് ശേത്ത് ആരുടെ സ്വരൂപവും ആരുടെ സാദൃശ്യമല്ല, അത് ദൈവത്തിന്റെ രൂപവും സാദൃശ്യം തന്നെയായിരിക്കും. അപ്പൊ ഒന്നാമത്തെ ആദാമായിരുന്ന ആദാം ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു സൃഷ്ടിച്ചത്. അത് പാപം ചെയ്ത് മഹത്വം നഷ്ടപ്പെടുത്തില്ല. ഒടുക്കത്തെ ആദാം നമുക്ക് വന്നിട്ട് ഈ മഹത്വത്തെ മടക്കി തിരികെ ചെയ്ത് എഫെസ്യർ 1-ാം അധ്യായം 5-6 വാക്യം വായിക്കാവോ? 1:5-6. അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തന്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കരമാകേണ്ടതിന് വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനാവിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പോഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. മതി. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, നാം തന്റെ സന്നിധി വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തുമ്പേ നമ്മെ അവനെ തിരഞ്ഞെടുക്കുകയും. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തേക്കുന്നത്? നാം ദൈവത്തിന്റെ സന്നിധി എന്താണ്? വിശുദ്ധരാകണം, നിഷ്കളങ്കരാകണം. സ്നാനപ്പെട്ട ഉടനെ വിശുദ്ധ നിഷ്കളങ്കരായി മാറി എല്ലാവരും അനുദിനം വിശുദ്ധീകരിക്കും. കാരണം സ്നാനപ്പെടുമ്പോ നമുക്ക് രക്ഷയാണ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. ആ രക്ഷ സൗജന്യമാണ്. ഹല്ലേലൂയ. നീതീകരണം ലഭിച്ചു, അത് സൗജന്യമാണ്. പക്ഷേ വിശുദ്ധീകരണം ലഭിച്ചിട്ടില്ല. വിശുദ്ധീകരണം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായി വരേണ്ടതാണ്. എവിടെ പറഞ്ഞ നാം വിശുദ്ധരും പിന്നെ നിഷ്കളങ്കരുമാകേണ്ടത്. നമ്മൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഉള്ള ലോകത്തിന്റെ എല്ലാ കപടതയും ഒക്കെ നമ്മൾ ഉണ്ടായിരുന്നു. സ്നാനപ്പെട്ടങ്ങ് മുങ്ങി പൊങ്ങി ഞാനങ്ങ് വിശുദ്ധയായി മാറിയിട്ടെങ്കിൽ ഞാനിപ്പോ എനിക്ക് എന്നിൽ ഒന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ആൾക്കാരുടെ രൂപാന്തരം പക്ഷെ അതുപോലെ എല്ലാവരും സംഭവിക്കും. പക്ഷെ നമ്മുടെ എന്താ വെച്ചാൽ ഈ ജഡം മാറാത്തത് കൊണ്ട് ഈ ജഡത്തിന്റെ സ്വഭാവങ്ങളൊക്കെ നമുക്ക് നിൽക്കുന്നതുകൊണ്ടും അത് നമ്മൾ ദൈനംദിനമായിട്ടുള്ള ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിലുമാണ് നമ്മൾ ശുദ്ധീകരിച്ചാല് അങ്ങനെ നിഷ്കളങ്കരായി വരുന്ന അമ്മ എന്തിനു വേണ്ടിയിട്ട്? അതിനു വേണ്ടിയിട്ട് നമ്മളെ തിരഞ്ഞെടുത്തത്. അവൻ തിരുഹിത പ്രകാരം യേശുക്രിസ്തു അവിടെ പറയുന്ന വിശുദ്ധാവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ഇപ്പോഴാണ് നമ്മുടെ തിരഞ്ഞെടുപ്പാണെന്ന് ഇവിടെ എഴുതിയ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹൃദത്തിന്റെ യേശുക്രിസ്തു മുഖം നമ്മെ ദത്തെടുക്കേണ്ട അവൻ പ്രിയനായും നമുക്ക് സൗജന്യമായ നില കൃപാമഹത്വ പുകഴ്ച. അപ്പം നമ്മളെ തിരഞ്ഞെടുത്ത് ലോകസ്ഥാപനത്തിന് മുമ്പാണ്. ഇനി ദത്തെടുത്ത് യേശുക്രിസ്തുവിൽ ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ മരണത്താലാണ് നമ്മളെ ദത്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്താ പറയാ, നമ്മൾ എന്തിനു വേണ്ടി? നമ്മൾ അവൻ പ്രിയനായവനിൽ ആണ് നമുക്ക് സൗജന്യമായ നിലത്തിൽ തന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. അപ്പൊ കൃപയുടെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് എന്ത് പറ്റി? എന്തിനാണ്? സ്നേഹത്തിൽ നമ്മെ മുന്നേപ്പിക്കുകയും ചെയ്തുവല്ലോ. നമ്മളെ
അതിനെല്ലാം മുൻ നിയമിച്ച്, ഇവിടെയൊക്കെ പറയും നമ്മൾ മുൻ നിയമിക്കപ്പെട്ട പ്രകാരം നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ വിശുദ്ധീകരിക്കപ്പെടുവാൻ നിഷ്കളങ്കരാക്കുവാനാണ്, ആ മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇത് നിയമനം ഇപ്പോഴെന്ന് പറയാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നടന്നു. അപ്പൊ ലോകസ്ഥാപനത്തിന് ദൈവം കണ്ട നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തത് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഉദ്ദേശത്തോട് മാത്രമല്ല. ഇവിടെ പുത്രനോട് അനുരൂപരായി, പുത്രന്റെ മഹത്വത്തിൽ മഹത്വത്തോട് അനുരൂപരായി നമ്മളെ നിഷ്കളങ്കരാകാൻ, വിശുദ്ധീകരിക്കപ്പെടും. ഇങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാം. 1:4. അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ആമേൻ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വം വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. വാഗ്ദത്തങ്ങൾ കിട്ടിയിട്ടുള്ള എത്ര പേരുണ്ട്? നമുക്കൊക്കെ ഒരു ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. എത്ര പേർക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വാഗ്ദത്തം? നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തം എന്താ? ഇവയാൽ നാം ലോകത്തിന്റെ മുഖത്ത് നാശം വിട്ടൊരു ദിവ്യ സ്വഭാവത്തെ കൂട്ടാളിയെ തന്നെ ഇടവരുന്ന എന്താണ് നമ്മളെ വിളിച്ച് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും വാഗ്ദത്തം എന്ന് കേൾക്കുമ്പോ അയ്യോ വലിയ കാറ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, വീട് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അനേക രാജ്യം മഞ്ഞ് പെയ്യുന്ന രാജ്യത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ ഓർമ്മയിലേക്ക്. പക്ഷെ എന്താ നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തം? കർത്താവ് യേശുക്രിസ്തു ഇരിക്കുന്നിടത്ത് നമ്മൾ ഇരുത്തുമെന്നുള്ളതാണ് നമ്മുടെ വാഗ്ദത്തം. കർത്താവ് യേശുക്രിസ്തു എങ്ങനെയാണോ ഈ ഭൂമിയിലാണ് ഗ്ലോറിഫൈ ചെയ്യപ്പെട്ട, അതുപോലെ നമ്മളും കർത്താവിനെ പോലെ വിശദീകരിക്കപ്പെടുമെന്നുള്ളതാണ്. കർത്താവിനെ പോലെ ആ തേജസ് പ്രാപിക്കും എന്നുള്ളതാണ് നമുക്ക് നൽകിയിട്ട വാഗ്ദത്തം. നമ്മൾ നിഷ്കളങ്കരായി ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്ന നമ്മുടെ വാഗ്ദത്തം. ക്രിസ്തു എന്ന പ്രതിമയോളം വളരുമെന്നാണ് നമ്മുടെ വാഗ്ദത്തം. അങ്ങനെ പല വാഗ്ദത്തങ്ങളും നമുക്ക് നൽകിയിട്ട് ആത്മീയമായ ദൈവം എങ്ങനെയാണോ കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടിട്ടുള്ളത്, യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ യേശുക്രിസ്തു എങ്ങനെ, കാരണം യേശു കർത്താവ് എപ്പോഴും നടന്ന പിതാവിന്റെ ശബ്ദം കേട്ട് അനുസരിച്ചു. തന്നെത്താൻ താഴ്ത്തി, ക്രൂശില മരണത്തോളം താഴ്ത്തി എന്ന് എഴുതിയിരിക്കുന്ന പോലെ പിതാവിന്റെ ശബ്ദം ഓരോ ദിവസം കർത്താവ് എപ്പോൾ എന്ത് പറയുമ്പോൾ പറയും, ഞാൻ പറഞ്ഞതൊന്നും സ്വതവേ പറഞ്ഞില്ല, പിതാവിൽ നിന്ന് കേട്ടതാണ് ഞാൻ പറയുന്നത്. പിതാവ് എന്നോട് പറയുന്നതാണ് ചെയ്യുന്നത്, പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. നമ്മൾ പിതാവിന്റെ മക്കളായി മാറിയിട്ട് നമ്മൾ എത്ര പേര് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നുണ്ട്, പിതാവിന്റെ ശബ്ദം കേട്ട് നടക്കുന്നുണ്ട്? നമ്മൾ പിതാവൻ ദൈവത്തിന്റെ ശബ്ദമായിട്ട് പരിശുദ്ധാത്മ നമ്മൾ വസിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മൾ എത്ര പേര് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ, പൂർണ്ണതയോടെ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനായിട്ട് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് പലപ്പോഴും ദൈവത്തിന് നമ്മളെ കുറിച്ച് പല കാര്യങ്ങളും ചെയ്യിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ പലപ്പോഴും നമ്മളെ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനൊന്നും ചെയ്യിക്കാൻ കഴിയാത്തതിന്റെ നമ്മൾ അനുസരിക്കാത്തതുകൊണ്ട് തന്നെയാണ്, നമ്മളത് കേൾക്കാത്തോണ്ടാണ്. നമ്മൾ പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയാം, ദൈവത്തിന്റെ ആത്മാവിന് വെറുതെ നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ മക്കളാക്കി മാറ്റിയിട്ട് ഇങ്ങനെ വെറുതെ അടച്ചിരുത്താൻ വേണ്ടിയിട്ടില്ല. ദൈവം പലപ്പോഴും നമ്മളോട് പറയാം, നമ്മൾ കേൾക്കത്തില്ല, നമ്മൾ അനുസരിക്കത്തില്ല. പരിശുദ്ധാത്മ നമ്മളോട് പറയും അങ്ങോട്ട് പോകാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്ന് പറയുമ്പോൾ ചെയ്യരുതെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ പരിശുദ്ധാത്മ ചലനത്തെ പോലും നമ്മൾ പലപ്പോഴും അടച്ചു വെച്ച് കളയാണ്. അസാധ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും അസാധ്യങ്ങളായി തന്നെ നിൽക്കുന്നതിന്റെ കാര്യം അത് സാധ്യമാക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മയുടെ കയ്യിലേക്ക് അത് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിവിലും ഒക്കെ ആശ്രയിച്ച് നമ്മൾ പലതും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലേക്ക് വിട്ടുകൊടുക്കുന്നില്ല. നമ്മളിടയിൽ നടക്കാത്ത മിറക്കിൾസ് വണ്ടേഴ്സ് നടക്കുന്നുണ്ട്. എവിടെയാണെന്നറിയാം? ഒരു വിദ്യാഭ്യാസം ഒരു ഒന്നുമില്ലാത്ത, അക്ഷരാഭ്യാസം ഇല്ലാത്ത, യേശു എന്തെന്ന് പോലും അറിഞ്ഞിട്ടില്ലാത്ത ജനങ്ങൾ രക്ഷിക്കപ്പെട്ടു സ്ഥാനപ്പെട്ടു വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണുന്നതെന്ന് വെച്ചാൽ അവർ ദൈവത്തിനല്ലാതെ മറ്റൊന്നിനെ അനുവദിക്കുന്നില്ല. കാരണം അവർക്ക് അനുവദിക്കാനുള്ള സാഹചര്യമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നോർത്ത് ഇന്ത്യയിലെ പല കുഗ്രാമങ്ങളിലും വണ്ടികൾ പോലും കടന്നില്ലാത്ത ഇടയിലൊക്കെ ഒരാൾ മരിച്ചാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെടുത്ത് മടി പിടിച്ചുകൊണ്ടിരുന്ന് അവിടേക്ക് പാമ്പ് കടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർവ്വസാധാരണമായി നടക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിക്കുന്ന പ്രദേശം അതുപോലെ. അപ്പൊ ഒരാൾ മരണപ്പെട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ ഹോസ്പിറ്റലിലേക്കൊന്നും അല്ല കൊണ്ടുപോകുന്നത്, അവർ ആളെ എടുത്തിട്ട് അവിടെ മടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൊണ്ട് കിടത്തിയിട്ട് അതിന് മുമ്പ് വട്ടം കൂടിയിരുന്ന് അവർ പ്രാർത്ഥിക്കും. മണിക്കൂറുകൾ അവർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആള് ജീവൻ വെച്ച് എഴുന്നേറ്റ് വരും.
ഹല്ലേലൂയ. ഇന്ന് നമ്മുടെയൊക്കെ ഇടയിൽ അത് നടക്കാത്തതിന്റെ കാര്യം നമുക്കങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, അസുഖം വന്ന് ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യം വന്ന് ഏത് അക്കൗണ്ടിൽ നിന്ന് എടുക്കണം, അതുപോലെ ഹല്ലേലൂയ പ്രാർത്ഥിക്കാനായിട്ടോ അത്രയും നേരം മണിക്കൂറുകൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ വെച്ചാൽ അതിനുള്ള സമയവുമില്ല, ഹല്ലേലൂയ, മനസ്സുമില്ല, ഹല്ലേലൂയ. പക്ഷേ ദൈവസന്നിധിയിൽ ദൈവം മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. ദൈവം തന്നെ പ്രവർത്തിക്കണം. ഈ കാര്യം ദൈവം തന്നെ പ്രവർത്തിച്ചാലേ ഹല്ലേലൂയ ഹല്ലേലൂയ ഇതിൽ നിന്ന് ഞാൻ എഴുന്നേക്കത്തുള്ളൂ, ഈ വിടുതലും കൊണ്ട് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ പരിശുദ്ധാത്മാവ് ചലിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ചലനത്തെ നിയന്ത്രിക്കാതെ പരിശുദ്ധാത്മ അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വലിയ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നമ്മൾ അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഹല്ലേലൂയ. പരിശുദ്ധാത്മ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലൊക്കെ ദുഃഖിച്ച് മാറിയിരിക്കുക ചെയ്യുന്നത്. കാരണം നമ്മളോട് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അനുസരിക്കാറില്ല, കേൾക്കാറില്ല, ചെയ്യാറില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് പല കാര്യങ്ങളും തീരുമാനം എടുക്കും. എന്നിട്ട് നമ്മുടെ വിചാരം ഇതെല്ലാം ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നു. പക്ഷെ ഒരിക്കലുമല്ല. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളെ നമ്മളോട് പറയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ പലപ്പോഴും വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കും പല സ്ഥലങ്ങളിലേക്കും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പോകുന്നിടത്തേക്ക് നടത്തുന്നിടത്ത് പോയാൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് സ്വാതന്ത്ര്യത്തിൽ നമ്മളോട് വർക്ക് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സൈലന്റ് ആയി പലപ്പോഴും നമ്മളോട് പറയുന്ന കേൾക്കാതിരിക്കുമ്പോ പിന്നീട് എന്താ വെച്ചാൽ പിന്നീട് നമ്മളോട് സംസാരിക്കാതാവും, നമ്മൾ ഇടപെടാതാവും. ഹല്ലേലൂയ. നമ്മളോട് ഹല്ലേലൂയ ഓരോ കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഹല്ലേലൂയ കേൾക്കണം, അതനുസരിക്കണം. അതുപോലെ തന്നെ ദൈവശബ്ദം, ദൈവത്തിന്റെ വചനം ഇത് നമ്മളോട് സംസാരിക്കും. ഇതിനെ നമ്മൾ ചെവിപെടും. നമ്മൾ പ്രസംഗങ്ങളുടെ പിന്നാലെ പോകരുത് കൂടുതൽ. ഹല്ലേലൂയ. കൂടുതൽ കേൾക്കുന്നത് കേൾക്കുന്നത് മനുഷ്യരിൽ നിന്ന് കേൾക്കുന്നത് മതിയാക്കിയിട്ട് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതിന് വേണ്ടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നമ്മൾ ദൈവശബ്ദത്തിനായി കാത്തിരിക്കുക, ദൈവത്തിന്റെ മുമ്പിലേക്ക് ഇരിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിനും പരിശുദ്ധാത്മാവിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. ഏത് മനുഷ്യൻ നമ്മളെ നടത്തിയാലും ഹല്ലേലൂയ ആ മനുഷ്യനല്ല. ഇന്ന് പലപ്പോഴും മനുഷ്യര് തന്നെ മനുഷ്യരുടെ നമ്മുടെ ഉള്ളിലൊക്കെ വിഗ്രഹങ്ങളായിട്ടൊക്കെ മാറാൻ കാരണം വെച്ചാൽ മനുഷ്യരെ കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ദൈവശബ്ദത്തിന് വേണ്ടിയിട്ട് ഇരിക്കാൻ നമുക്ക് സമയമില്ല. പക്ഷെ ചില മെസ്സേജുകളിൽ ചില പാസ്റ്റേഴ്സിന്റെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ അഡിക്റ്റഡ് ആയി പോകുന്ന കണക്കാണ്. അവര് നമ്മുടെ മുമ്പിൽ നമ്മൾ അവരുടെ ഒരു വിഗ്രഹമാക്കി മാറ്റുന്നതാണ്. ഈ ദിവസങ്ങളിൽ ഇത് മാറണം. പരിശുദ്ധാത്മാവിനല്ലാതെ മറ്റാർക്കും നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണം വെച്ച് കൊടുക്കല്. ഇടയ ലേഖനങ്ങളല്ല ഇന്ന് നമ്മൾ കേൾക്കേണ്ടത്, ബിഷപ്പിന്റെ വാക്കുകളല്ല നമ്മൾ കേൾക്കേണ്ടത്. നമ്മൾ കേൾക്കേണ്ട ദൈവത്തിന്റെ ശബ്ദം, അത് പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ കേൾക്കണം. അതനുസരിച്ച് നമ്മൾ നടക്കണം. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന പോലെയാണ് സഭ മുന്നേറേണ്ടത്, സഭ നടക്കണം. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ സഞ്ചരിച്ചതും അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചതും എല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസിനനുസരിച്ചാണ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിച്ച നമുക്ക് മനസ്സിലായി ആത്മാവ് പോകണ്ടെന്ന്, പോകത്തില്ല. ആത്മാവ് നിൽക്കാൻ നിൽക്കുക, ആത്മാവ് പോകാൻ പറയുന്നിടത്ത് പോകും, ആത്മാവ് ചെയ്യാൻ പറയുന്നത് പോലെ ചെയ്യും. അതുകൊണ്ട് ആത്മാവിനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണതയോട് നമ്മൾ അനുവദിച്ചു കൊടുക്കുക. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പരിവർത്തിച്ചു കൊടുക്കുക. നമ്മളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ അനുവദിച്ചില്ലെങ്കിൽ അത് നടക്കത്തില്ല. അപ്പൊ നമ്മളോട് അനേകർ വിളിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിനും ദൈവത്തിന്റെ ശബ്ദത്തിനും ആയിട്ട് നമുക്ക് ചെവി കൊടുക്കാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കും, നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.